ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നലെയല്ല, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ണൂരേക്ക് പോവുകയാണ്. കണ്ണൂരേക്ക് പോകുന്ന വെച്ചാൽ ട്രെയിനാണ് പോകുന്നത്. 6:45 ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ നിന്ന് എന്ത് ചെയ്യുക, പോകുന്ന നോക്കിൽ കുറച്ച് നമ്മളെ സ്വാതിൻ്റെ വീട് കഴിഞ്ഞാൽ കുറച്ച് പാടങ്ങളാണ്. നല്ല ഈവനിങ് ആണ് ശരി, മോർണിംഗ് ആണ് ശരി, നല്ല അടിപൊളി പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതെ അതെ. അപ്പൊ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ കണ്ട് നമുക്ക് അങ്ങ് നടന്ന് അതിനിടയ്ക്ക് കമ്പനീൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇതാ നമ്മുടെ നാട്ടിൽ അടുത്തായിട്ടുള്ളൊരു അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരാണ് കുഞ്ചൂർ അമ്പലം. നമ്മളങ്ങനെ പറയാം, കുഞ്ചൂർ അമ്പലം. അവിടെ സന്ധ്യാദീപലം വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നല്ല പീസ്ഫുൾ മൈൻഡ്. അവിടെ പോകുമ്പോൾ നല്ല കുറേ നടന്നു, കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ എത്താനായി. ഇപ്പം തന്നെ എന്ത് ചോദിച്ചാൽ കുറച്ച് സമയം കൂടെ വന്നാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതായിരിക്കും. നമ്മളങ്ങനെ ചന്തേര റെയിൽവേ സ്റ്റേഷൻ എത്തി. ആകെ 2 ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തുകയുള്ളൂ. അതായത് പാസഞ്ചർ ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം. ആ 2 ട്രെയിൻ മാത്രമേ നിർത്തൂ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇടയ്ക്ക് വരുന്നതായിരിക്കും നമ്മളെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്ന ഒരു പാമ്പ്. കണ്ടോ? ഇപ്പം കാണിച്ചിരുന്നു. കാണുന്നുണ്ടോ പാമ്പിനെ? ആ പാമ്പാ നമ്മൾ മുന്നോട്ട് എങ്ങനെ പോവാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് പാമ്പ് നമ്മൾ മുമ്പോട്ട് വന്നോണ്ട് കണ്ടോ പാമ്പ്? നമ്മളെങ്ങനെ അങ്ങോട്ടേക്ക് വിടും. നമ്മൾക്കത് തടസ്സം പോലെ ഉണ്ടായി പോവാൻ വേണ്ടി തടസ്സം പാമ്പുണ്ടായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പാമ്പ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണല്ലോ. പാമ്പ് ആ ട്രാക്കിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ സ്വാതി പറഞ്ഞത് എന്തോ ഒരു മുടക്കം വരുന്നുണ്ടല്ലോ കേട്ടോ. എന്തേ മുടക്കം എന്ന് വരുന്നേക്ക് കാണാമെന്ന് എന്ത് വിചാരിച്ച് ഇവിടെ നീങ്ങിയാണ് അല്ലേ? ചെറിയൊരു മുടക്കം നല്ല കണ്ണൂർ നല്ല ഇടിയും മഴയും കാറ്റും ഒന്നും പറയണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയും ഉണ്ടായി. പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സേഫായിട്ട് കമ്മണിക്ക് ട്രെയിൻ ആയിട്ടാണ് കമ്മണി കളിക്കാറുണ്ട്. ട്രെയിൻ ആയിട്ട് അയ്യോ കൂക്കലും ചെയ്തിരുന്നു കമ്മണി. നമ്മളിവിടെ വൈകുന്നേരം എൻ്റെ ഫോണിൽ ചാർജ് അവിടെ കഴിഞ്ഞു. ഞാനവിടെ ചാർജും ചെയ്തിട്ട് അറ്റത്തണ്ട. നേരത്തെ കയറുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം സ്ഥലം കിട്ടി സീറ്റ് കിട്ടി ചാർജും കുത്തി സെറ്റ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ ഞാൻ കീഴിയ സംഭവം വർക്കിംഗ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. നോക്കുമ്പോൾ അത് വർക്കിംഗ് ഇല്ല. ഇപ്പുറത്ത് മാത്രമേ മുകളിൽ കയറാൻ വേണ്ടി മാത്രമേ വർക്കിംഗ് ഉള്ളൂ, ഇറങ്ങാൻ വേണ്ടി വർക്കിംഗ് ഇല്ല. നമ്മൾ നടന്നിട്ട് തന്നെ വരേണ്ടി വന്നു. നല്ല മഴയായിരുന്നു. നമ്മളങ്ങനെ പുതിയ സ്റ്റാൻഡിലേക്ക് നല്ല മഴയാണ്.
ഒറ്റ ലക്ഷ്യം ഉണ്ടായിട്ടില്ല, വേഗം സ്റ്റാൻഡിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം എന്നില്ലേ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ നമ്മൾ സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും പിന്നെ നമ്മൾ എന്നാ ഓർഡർ ചെയ്തേ ടൊമാറ്റോ ഫ്രൈയും കൂടി കഴിച്ച് നേരെ ബസ്സിലേക്ക് കയറി. ഇപ്പോൾ ഇത്രയും നമ്മളെ വീട്ടിലുള്ള നേരെ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലെത്തുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, നല്ല മഴയായിരുന്നു. വേഗം എത്രയും പെട്ടെന്ന് വീട് പിടിക്കുകയെ രക്ഷയുണ്ടായിട്ടുള്ളൂ, വീട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ, സി യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, സി യു.